ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി ദോശ ഉണ്ടാക്കിയാലോ? അതിനായിട്ടൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ചട്ടിയിൽ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പും 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് റോസ്റ്റായിട്ട് വരും. ഒരു ബ്രൗൺ ഷെയ്ഡ്, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ വന്ന് നല്ല ഒരു വറവ് മണം വരുന്ന സമയത്ത് 10 അല്ലി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ നെയ്മുളകാണ് എടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അതുണ്ടെങ്കിൽ അത് എടുക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. ഈ നെയ്മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഒരു ചമ്മന്തിക്ക്. ഇനി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് നല്ല ബ്രൗൺ ഷെയ്ഡൊക്കെ ഒന്ന് വന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു വലിയ സൈസ് തക്കാളിയാണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കോൽപ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നന്നായി ഇട്ട് കൊടുക്കാം, നല്ലതാണ് വയറിന്. അപ്പം ഇനി തക്കാളി എല്ലാം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി അത് ചൂടാറാൻ വെക്കാം. അന്നേരം മിക്സി ജാറിലേക്ക് ഒരു വലിയ കൈപ്പിടി ഒരു 10 തണ്ടൊക്കെ മല്ലിയില ഉണ്ടാവും കേട്ടോ. അതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മിക്സ് എല്ലാം നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അരച്ച് വന്നിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കുക. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മുടെ ഈ ഒരു ചമ്മന്തി അതിലേക്ക് ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ആ ജാറിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാള അത് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു നുള്ള് ഉപ്പും മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം. ഈ ദോശയുടെ മാവ് കോരി ഒഴിക്കുക. വല്ലാണ്ട് നൈസാക്കി പരത്താണ്ട് ഒരു ലേശം കനത്തിൽ ഇതുപോലെ പരത്തി കൊടുത്തിട്ട് ആ സവാള എല്ലാം അതിൻ്റെ മുകളിലേക്ക് നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ടീസ്പൂണോട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. സവാള ഒന്ന് പുറത്തേക്ക് വരാതിരിക്കാനായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി ദോശയൊക്കെ ഒന്ന് ചെറുതായിട്ട് ആയി വരുമ്പോൾ അതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ ആയാലും ഒഴിച്ചു കൊടുക്കുക. നല്ലോണം അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മുടെ ദോശ തട്ടിൽ നിന്ന് മൊരിഞ്ഞ് നന്നായിട്ട് എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമുക്ക് ആ ചമ്മന്തി ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ദോശ ഒന്ന് മടക്കി അല്ലെങ്കിൽ ചുരുട്ടിയിട്ടോ കുഴലായിട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രം കാലിയാവണമെന്ന് അറിയില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. കമൻസ് എല്ലാം ഷെയർ ചെയ്യുക.